നിങ്ങളൊരു പോരാളിയാണെങ്കിൽ സാഹചര്യം ഒരിക്കലും നിങ്ങൾക്കൊരു വെല്ലുവിളിയാകത്തേയില്ല. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ 800 മീറ്റർ ഫൈനലിൽ ഒരു കാലിലെ സ്പൈക്സ് ഊരിപ്പോയിട്ടും ലക്ഷ്യം വിടാതെ ഓടിയ ഏഞ്ചൽ വെങ്കലത്തിലക്കവുമായാണ് മടങ്ങിയത്. തലകുനിച്ചു മടങ്ങാൻ ഒരുക്കമല്ലായിരുന്നു ഏഞ്ചൽ. അവസാന ലാപ്പിൽ ഒരു കാലിലെ സ്പൈക്സ് ഊരിത്തെറിച്ചപ്പോൾ ഏഞ്ചലിന്റെ മനസ്സിൽ 100 ചിന്തകൾ മിന്നിമാഞ്ഞു. പിന്നെ പറക്കും വേഗത്തിൽ ഒരു കുതിപ്പ്. സ്വർണത്തോളം പോന്ന വെങ്കലത്തിലേക്ക് ഓടിക്കയറി ആലപ്പുഴയുടെ അഭിമാനം. ഉണ്ടായിരുന്ന എങ്ങനെയല്ലോ സെക്കൻഡ് പൊസിഷനിൽ എത്തിയേനെ. ഒരു വർഷം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം ഉണ്ടാവണ്ടേ. സാറിനും കൂടെ വേണ്ടിയിട്ടാണ് മെഡലിട്ടത്. സിന്തറ്റിക് ട്രാക്കില്ലാത്ത ആലപ്പുഴയിൽ നിന്ന് നേരം പുലരുമ്പോൾ എറണാകുളത്തേക്ക് പരിശീലനൊപ്പം വണ്ടി കയറിയായിരുന്നു ഏഞ്ചലിന്റെ ഒരുക്കം. സ്പൈക്സ് ഊരി വീണപ്പോൾ എല്ലാം നഷ്ടമായെന്നാണ് ഏവരും കരുതിയത്, ഏഞ്ചൽ ഒഴികെ. സ്പൈക്സ് ഊരിപ്പോയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്നോടത്ത് ഇവള് ക്വിറ്റ് ചെയ്യുമെന്നാണ് വിചാരിച്ചത്. ഫിനിഷ് ചെയ്തതിൽ ഭയങ്കര ഒരു പൊസിഷൻ വന്നതിനേക്കാൾ ഉപരി അവളത് ഫിനിഷ് ചെയ്തതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രചോദനമാണ് ഒരു കായിക താരത്തിന്റെ ഊർജം. ഏഞ്ചലിന്റെ ഈ പ്രകടനം ഭാവിയിൽ ആത്മവിശ്വാസം കൂട്ടുമെന്ന് പരിശീലകൻ. തേടാണെങ്കിൽ കൂടെ നമുക്കൊരു പൊന്നായിട്ട് ഇവിടെ കൊണ്ട് തന്നു, അതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിലുപരി ഒറ്റക്കാലി ഒരു 400 മീറ്റർ ഓടുക എന്നുള്ളത് ഒരു പിള്ളേർക്കും പറ്റാത്തൊരു കാര്യമാണ്. അത് അവളുടെ ആത്മവിശ്വാസം മനോധൈര്യമാണ്. അതിപ്പോഴേ അവൾക്ക് ഉണ്ടായത്. അവൾ ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾക്ക് അവർക്കത് ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബൂട്ടില്ലാതെ സിന്തറ്റിക് ട്രാക്കിൽ ഓടുക പ്രയാസം. ഒരു കാലിൽ ബൂട്ടില്ലാതെ ബാലൻസ് തെറ്റി ഓടുക അതിലേറെ കഠിനം. ഒരു ഫൈനൽ മത്സരത്തിൽ കരുത്തർക്കൊപ്പം മത്സരിക്കുമ്പോൾ ബൂട്ട് നഷ്ടമായിട്ടും പിന്മാറാതെ കുതിച്ചുള്ള മെഡൽ നേട്ടം അമ്പരപ്പിക്കുന്നതുമാണ്. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവരുടെ പോരാട്ടത്തിന് വേദനകളും പ്രതിബന്ധങ്ങളും തടസ്സമാകാറില്ലല്ലോ. തിരുവനന്തപുരത്ത് നിന്നും അക്ഷയ് VS-നൊപ്പം MP ദേവൻ, ന്യൂസ് മലയാളം.